സപ്തഭാഷാ സംഗമഭൂമിയുടെ ഹൃദയഭാഗമായ കാരുടുക്ക പഞ്ചായത്തിൽ പ്രകൃതിയാൽ രമണീയമായ കുണ്ടാർ ഗ്രാമപ്രദേശത്ത് അനേകം കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം നൽകി വരുന്ന അറിവിൻ്റെ ശ്രീകോവിലായി വിളങ്ങുന്ന എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ കുണ്ടാർ. കുട്ടികളുടെ കായിക നിലവാരം പുലർത്തുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും കായിക മാമാങ്കത്തിന് സ്കൂളിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂളിലെ PTA, മാനേജർ, സ്റ്റാഫ് എന്നിവരുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പോർട്സ് മിറാക്കിൾ 2023-24. ഈ പദ്ധതിയിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സ്പോർട്സിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് അത്ലറ്റിക്സ്, ടേബിൾ ടെന്നീസ്, ബോൾ ബാഡ്മിൻ്റൺ, ഹാൻഡ്ബോൾ, ക്രിക്കറ്റ്, ഖോഖോ, വോളിബോൾ തുടങ്ങിയ ഗെയിമുകളാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. എല്ലാ ദിവസവും സ്കൂൾ സമയം കഴിഞ്ഞ് വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയും എല്ലാ സ്കൂൾ അവധി ദിവസങ്ങളിലും തീരുമാനിച്ചത് പ്രകാരം കായിക പരിശീലനം നടത്തിവരുന്നു. കായിക പരിശീലനം വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നതിനാൽ കായിക വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും അക്കാദമിക പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്തുന്നു. ഏതൊരു കളിയുടെയും നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥ കായിക താരമായി മാറുന്നത്. നല്ലൊരു കായിക താരം അച്ചടക്കം, നേതൃത്വം, ടീം വർക്ക്, ടീം സ്പിരിറ്റ്, പങ്കുവയ്ക്കൽ, സത്യസന്ധത, സഹിഷ്ണുത തുടങ്ങിയ ഏറെ ഗുണങ്ങൾ ഉള്ളവരായി മാറുന്നു. ഇത്തരത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരും പരിഗണിക്കപ്പെടുന്നവരുമായി മാറുന്നു. നല്ലൊരു തലമുറയെ തന്നെ വാർത്തെടുക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്പോർട്സ് മിറാക്കിൾ എന്ന കായിക പരിശീലന പരിപാടി AUPS കുണ്ടാറിൽ നടത്തിവരുന്നത്. ഞാൻ കുണ്ടാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും നിലവിൽ സ്പോർട്സ് മിറാക്കിൾ അംഗവുമാണ്. ജില്ലയിൽ തന്നെ സ്പോർട്സിന് ഇത്രയും അധികം പ്രാധാന്യം നൽകുന്ന മറ്റൊരു സ്കൂൾ ഉള്ളതായി എൻ്റെ അറിവിലില്ല. നിലവിൽ ഞാൻ ടേബിൾ ടെന്നീസിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു വരികയാണ്. ടേബിൾ ടെന്നീസ് എന്ന് പറയുമ്പോൾ അതിന് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ വളരെ ആവശ്യമായി വരുന്നതും ശ്രദ്ധയും കൂടുതലായി ആവശ്യം വരുന്ന ഒരു ഗെയിമാണ്. ദീർഘകാലം ഇത് പഠിക്കാൻ വേണ്ടി ദീർഘകാലം ആവശ്യമാണ്. എന്നിരുന്നാൽ പോലും 3-4 മാസത്തിന്റെ പ്രാക്ടീസോടുകൂടി നമ്മൾ സ്റ്റേറ്റിൽ പങ്കെടുക്കുകയും സബ് ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 4ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ടേബിൾ ടെന്നീസിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഈ സ്പോർട്സ് അക്കാദമി ഇത് സൗജന്യമായി നൽകുന്നു. നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബാക്കി കുട്ടികൾ, വേറെ സംസ്ഥാനത്തു നിന്ന് വരുന്ന പ്രതിനിധിച്ച് വരുന്ന ബാക്കിയുള്ള കുട്ടികൾ അതിൻ്റെ ഉപകരണങ്ങൾക്ക് പറയുന്ന റേറ്റ് 25,000 വരെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് സൗജന്യമായി ലഭിക്കുന്നത് തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്.
കൂടുതൽ ഞങ്ങൾ അവധി ദിവസങ്ങളിൽ കൂടുതലും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഏത് സമയത്ത് പോയാലും ഞങ്ങൾക്ക് ഈ ക്ലാസ് ടേബിൾ ടെന്നീസിനെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നുണ്ട് ഈ സ്പോർട്സ് അക്കാദമി. കൂടാതെ രാവിലത്തെ ഭക്ഷണം, ഉച്ചത്തെ ഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം വരെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഉപകാരമാണ് നമുക്കിത്. കൂടുതൽ നമ്മളെ സ്പോർട്സിലേക്ക് ഇതിനെ ആകർഷിക്കാൻ വളരെ സഹായിക്കുന്നു. സബ് ജില്ലാ ഗെയിംസിൽ ക്രിക്കറ്റ്, വോളിബോൾ, ടേബിൾ ടെന്നീസ്, ബോൾ ബാഡ്മിൻ്റൺ, ഖോഖോ, ഹാൻഡ്ബോൾ എന്നീ മത്സരങ്ങളിൽ ചാമ്പ്യന്മാരാവാൻ സാധിച്ചു. ജില്ലാതല ഗെയിംസിൽ ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്, ബോൾ ബാഡ്മിൻ്റൺ എന്നിവയിൽ ചാമ്പ്യന്മാരാവുകയും ബോൾ ബാഡ്മിൻ്റൺ ഗേൾസ് വിഭാഗത്തിൽ റണ്ണേഴ്സ് ആവാൻ സാധിച്ചു എന്നതും 20ഓളം കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ നേടാനും സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ഇതേ കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും 3 കുട്ടികൾക്ക് സംസ്ഥാന ടീമിൽ റിസർവ് പ്ലെയർ ആവാൻ സാധിച്ചു എന്നതും സ്പോർട്സ് മിറാക്കിൾ അക്കാദമിയിലെ പൊൻതൊഴിൽ കൂടിയാണ്. സംസ്ഥാന തലത്തിൽ സബ് ജൂനിയർ ബോയ്സ് ക്രിക്കറ്റിൽ 6ാം സ്ഥാനവും ബോൾ ബാഡ്മിൻ്റണിൽ 5ാം സ്ഥാനവും സബ് ജൂനിയർ ഗേൾസ് ടേബിൾ ടെന്നീസിൽ 4ാം സ്ഥാനം നേടാനും ജില്ലയ്ക്ക് അഭിമാന താരങ്ങളാകുവാൻ സാധിച്ചു എന്നതും മറ്റൊരു നേട്ടമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്പോർട്സ് അക്കാദമിയുടെ സ്പോർട്സ് മിറാക്കിൾ പദ്ധതി നടപ്പിലാക്കുക വഴി കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷവും അതോടൊപ്പം തന്നെ അവരുടെ ശാരീരിക ക്ഷമതയും ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം കുട്ടികൾ പഠന നിലവാരത്തിൻ്റെ കാര്യത്തിലും ഏറെ മുമ്പോട്ട് പോകുന്നുവെന്നാണ് നമ്മളെ സംബന്ധിച്ചോളം ഈ പദ്ധതി നടപ്പിലാക്കുക വഴി നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ಕುಟ್ಟಿಗಳಡೆ ಹಾಜರ ನಿಲವಾರತಿലും വർധനവുണ്ടാക്കാൻ വേണ്ടി ಈ ಪದ್ಧತಿ ವഴി നമുക്ക് ಸಾಧಿಸಿട്ടുണ്ട്. ಸೌಂಡ್ ಮೈಂಡ್ ಸೌಂಡ್ ಬಾಡಿ ಎಂಬಂತೆ ಸದೃಢವಾದಂತಹ ಶರೀರಕ್ಕೆ ಸುದೃಢವಾದಂತಹ ದೈಹಿಕ ಕ್ರೀಡೆಗಳು ಅತಿ ಅವಶ್ಯಕ. ಮಕ್ಕಳಲ್ಲಿ ದೈಹಿಕ ಮತ್ತು ಮಾನಸಿಕವಾದಂತಹ ದೃಢತೆ ವಿಶ್ವಾಸ ಹೆಚ್ಚಿಸಬೇಕು ಅಂತಾದರೆ ಅದಕ್ಕೆ ಕ್ರೀಡೆ ಅತಿ ಪ್ರಾಮುಖ್ಯವಾಗಿದೆ. ಇದಕ್ಕೆ ಅತಿ ಉತ್ತಮವಾದಂಥ ಉದಾಹರಣೆ ಅಂತ ಹೇಳಿದರೆ ಕೋವಿಡ್ ಮಹಾಮಾರಿಯ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಪ್ರಕೃತಿದತ್ತವಾದಂತಹ ಈ AUPS ಶಾಲೆ ಕುಂಟಾರಿನ ಸುಂದರವಾದಂತಹ ಈ ಮೈದಾನದಲ್ಲಿ ಮಕ್ಕಳು ಮಾನಸಿಕವಾಗಿ ಮತ್ತು ದೈಹಿಕವಾಗಿ ತಮ್ಮ ಸಾಮರ್ಥ್ಯವನ್ನು ಗುರುತಿಸಿಕೊಂಡವರಿದ್ದಾರೆ. ಇದರಿಂದಾಗಿ ಮಕ್ಕಳ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಅವರ ಸ್ಮರಣೆ ಹಾಗೂ ಆತ್ಮವಿಶ್ವಾಸ, ನಾಯಕತ್ವ ಎಲ್ಲವೂ ಬೆಳಕಿಗೆ ಬರುತ್ತದೆ. ಸ್ಪೋರ್ಟ್ಸ್ ಮಿರಾಕಲ್ ಇರುವಂತಹ ಸ್ಪೋರ್ಟ್ಸಿನ ಒಂದು ಚಟುವಟಿಕೆ ನಮ್ಮ ಶಾಲೆಯು ರೂರಲ್ ಏರಿಯಾಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ್ದು. ಹಾಗಿರುವಾಗ ನಮ್ಮ ಶಾಲೆಗೆ ಬರುವಂತಹ ಹೆಚ್ಚಿನ ಮಕ್ಕಳು ಬುಡಕಟ್ಟು ಜನಾಂಗಕ್ಕೆ ಸೇರಿದವರು. ಈ ಸ್ಪೋರ್ಟ್ಸಿನ ಚಟುವಟಿಕೆಯಲ್ಲಿ ಅದೊಂದು ಕೊಡುಗೆಯಾಗಿ ಪರಿಣಮಿಸಿತು. ಅವರು ಸ್ಪೋರ್ಟ್ಸ್ನ ಈ ಒಂದು ವರ್ಷದ ಚಟುವಟಿಕೆಯು ಅವರನ್ನು ನಿರಂತರವಾಗಿ ಶಾಲೆಯ ಕಡೆಗೆ ಸೆಳೆಯುವಂತೆ ಮಾಡಿತು. ಅವರ ಅಟೆಂಡೆನ್ಸ್ನ ಪ್ರಮಾಣದಲ್ಲಿ ಏರಿಕೆ ಕಂಡುಬಂತು. ಅವರ ಅಕಾಡೆಮಿಕ್ ಪರ್ಫಾರ್ಮೆನ್ಸ್ನಲ್ಲೂ ಉನ್ನತಿಗೆ ಏರಿತು. ಅವರಲ್ಲಿ ಲೀಡರ್ಶಿಪ್ ಕ್ವಾಲಿಟಿಯಂತಹ ಹಲವಾರು ಕ್ವಾಲಿಟಿಗಳು ಬೆಳೆಯಲು ಕಾರಣವಾಯಿತು. ಒಟ್ಟಿನಲ್ಲಿ ಹೇಳುವುದಾದರೆ ಅವರ ಆಲ್ರೌಂಡ್ ಡೆವಲಪ್ಮೆಂಟಿಗೆ ಈ ಸ್ಪೋರ್ಟ್ಸ್ ಮಿರಾಕಲ್ ಎನ್ನುವಂಥ ಚಟುವಟಿಕೆಯು ಪೂರಕವಾಯಿತು.